എന്താ ചെയ്യുന്നേ? ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നിന്റെ അടുത്ത് പറയണോ? പറഞ്ഞോണ്ട് കുഴപ്പം. ഇനി നിനക്ക് മാമൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു തരുന്നുണ്ടല്ലേ, അത് നോക്കിയാൽ മതി, നീ എന്റെ കാര്യം നോക്കണ്ട. ചേട്ടൻ എന്റെ മുന്നിൽ തോക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് പറയോ. ഈ എക്സ്പെരിമെന്റ് ഒന്ന് പിന്മാറിക്കോ. അച്ഛൻ നന്ന എക്സ്പെരിമെന്റ് സ്കൂളിൽ പോകാൻ നോക്കും. ഇടി മാമന് ഞങ്ങളോട് ജയിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിക്കാണു, അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട. എന്നെ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് വന്നതാ. പിന്നെ നിന്റെ കണ്ണ് കണ്ടാ എനിക്ക് മനസ്സിലാവും നിനക്ക് പേടിയുണ്ടെന്ന്. ഇനി നീ അല്ലാതെ മാമന്റെ വാക്ക് ആരെങ്കിലും വിശ്വസിക്കൂ? പിന്നെ പേടിക്കാൻ പറ്റിയ ഒരാള്. ഞാൻ ശമ്പുച്ചേട്ടൻ എന്താ ചെയ്യുന്നത് നോക്കാൻ വന്ന. അത് നീ ഒളിഞ്ഞു നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഓ പിന്നെ മറിഞ്ഞു നോക്കിയതാണല്ലേ? മറിഞ്ഞു നോക്കിയത് തന്നെ. ഇവിടുന്ന് ന്യൂസും പിടിച്ച് മാമന്റെ അടുത്ത് എന്ന് പറയാൻ തന്നെ അങ്ങോട്ട് വന്നത്. അത് നടക്കൂല, നീ വന്ന വഴി വിട്ടോ. ഞാൻ വന്ന വഴി വിടാൻ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. എടി എനിക്ക് ഇതൊക്കെ വരയ്ക്കണം, നീ പോ. ഇല്ലാന്ന് ഞാൻ ഇവിടെ ഇരിക്കും. നീ ഇവിടെ തന്നെ ഇരിക്കും? ഓ എന്നാ നീ ഇവിടെ ഇരുന്നോ, ഞാൻ പൊക്കോളാം. അങ്ങനെ വിട്ടാ ഞാൻ പിന്നാലെ വരും. പിന്നാലെ വന്ന കുഞ്ഞാലെ വന്ന ആമി കിട്ടും. വന്ന കാര്യം നടന്നില്ലല്ലോ. സംഭവം നിനക്കറിയാലോ. ഇത് വന്നിട്ട് ഈ ലൈറ്റ് ഇത് കറങ്ങും, എന്നിട്ട് ഇതിലൂടെ ഈ പ്രതലം വന്നതിന് ശേഷം ഈ ബൾബ് കത്തും. ഈ ബൾബ് കത്തി വരുമ്പോഴത്തേക്ക് ഈ ഫാൻ കറങ്ങും. ഈ ഫാൻ കറങ്ങി മൊത്തത്തിൽ കത്തും. മനസ്സിലായി. അത് സോളാർ വർക്ക് ചെയ്യുന്നോണ്ടാണ് ഇതെല്ലാം ഇതാവുന്നത്. ആ സോളാർ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കറങ്ങത്തുള്ളൂ. കറക്റ്റായിട്ട് പറയണേ. എന്തായി നിങ്ങളുടെ എക്സ്പെരിമെന്റ്? അതൊക്കെ സെറ്റായി. ചേട്ടൻ എന്തി ഉത്തണം വരാതെ പണിയില്ല. സ്വന്തം മോന്റെ എക്സ്പെരിമെന്റ് കാണാൻ വരാത്തൊരച്ഛൻ. അത് ഇനിയും കാണാലോ. ഭൂതം എന്തി? ഭൂതം ശംഭു മോനെ പറഞ്ഞ് കൊരടാ. അത് ആറ്റിക്കൂടെ മീൻ പോണോ? ആറ്റിക്കൂടല്ല, തോട്ടി കൂടെ പോകുന്നു. ഞങ്ങൾ പലയിടത്തും കൂടെ മീൻ പൊടിക്കും. ഏകോല തന്നെ ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു തരുകണ. ഇതൊരു സോളാർ ഗ്രാമമാണ്. കണ്ടാലും പറയും. ചുമ്മാ മൂന്നിനടുത്ത് ഫ്ലോ ഇട്ടത് കളയലിയാള്. പിന്നെ ചേച്ചി നോക്കുന്നത് ഇത്രയുള്ള വീട്, ഇത്രയുള്ള പോസ്റ്റ്. അതാണ് സോളാർ. അതിനെപ്പറ്റി അറിയാതെ ബാക്കി പറയട്ട്. ഈ ഗ്രാമം സൗരോർജത്തെ ഉപയോഗപ്രദമാക്കുന്നു. വീടിന്റെ മേൽക്കൂരകളിലും പോസ്റ്റുകളിലും സോളാർ പാനൽ ധരിപ്പിച്ച് പകൽ സമയത്ത് സൗരോർജ്ജം സ്വീകരിച്ച് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ നല്ല നിനക്കൊരു സോളാർ സിസ്റ്റം വാങ്ങിച്ചങ്ങ് വെക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. എനിക്ക് തന്നെ ഉണ്ട്. അത്ര ഭംഗിയൊന്നും ഇല്ല. ഭംഗിയില്ലെങ്കിൽ ഇയാൾ പോ. ഭംഗിയില്ലെന്ന് വരും. ഇതൊക്കെ മൊത്തം കള്ളത്തരല്ലേ? കറണ്ടി കൊടുത്തിട്ടാണ് സോളാർ വർക്ക് ചെയ്യണത്. ഞങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്താണ്. അത് അംഗീകരിക്കണം. അംഗീകരിക്കാൻ മനസ്സിലാക്കണം. എന്തിനു അംഗീകരിക്കണ്ട? ഇത് കറണ്ടി കുത്തി മക്കളെ, ഇത് മറ്റേ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അസൂയ, പച്ച അസൂയ. ചേട്ടത്തി പറ എങ്ങനെയുണ്ട്? ആ സംഭവം കൊള്ളടാ. നിന്നെ കൊണ്ട് ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കി കൊടുത്തന്നെ. എന്താ ഒരു കൊര? ഓ ഇല്ല, ഒരാഴ്ചത്തേക്ക് പോകുന്ന ആലോചിച്ച. ഞങ്ങള് പോവും ഒരാഴ്ചത്തേക്ക്. ചിറ്റപ്പൻ ഓർമ്മയ്ക്ക് വെച്ചിരിക്കണ പോസ്റ്റാ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങടുത്തുണ്ടോ നിങ്ങളെ എക്സ്പെരിമെന്റ് എന്തേ? വാ നമുക്ക് പോയി നോക്കാം. കണ്ടോ കണ്ടോ, ഇതാണ് ആത്മീ പറഞ്ഞത്. ഇതെന്തോന്ന് മണ്ണ് വാരി കോന്തി വെച്ചിരിക്കുന്നു? അല്ല, കപ്പയുടെ മൂട്. നമ്മൾ അടിയിടാൻ വന്നതല്ലോ, ചുമ്മാ. ദിസ് ഈസ് വർക്കിംഗ് മോഡൽ ഓഫ് വോൾക്കാനോ. വോൾക്കാനോ അത് നിനക്ക് പറയുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്നെടുത്താണ്ട് മണ്ണ് കോരി അതിനകത്ത് കുഴി ഇട്ടിരിക്കുന്നു. നിങ്ങളെ പോലെ വർക്ക് ചെയ്യാത്തതല്ല ഞങ്ങളുടെ. പക്ഷെ അതിന് മുന്നേ നമ്മൾ പ്രസന്റേഷൻ ചെയ്യണം. പ്ലീസ് ഒന്ന് അനുവദിക്കും. തിളച്ചൊരുകിയ മാഗ്മ ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ ബാഷ്പരൂപത്തിലോ ഇല്ലെങ്കിൽ രണ്ടും ചേർന്ന് വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്ന ഒരു ഭൂഗർഭചിത്തമാണ് ഈ അഗ്നിപർവ്വതം. അല്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തു വിടുക. ഞങ്ങൾ കുറച്ച് പരിഷ്കരിച്ച കാണിച്ചു കൊടുക്കണം. കണ്ടോളൂ. ഒഴിച്ച് കയറിക്കൂടെ? ഇത് മറ്റേ ഇതിനകത്ത് ഇത് സോപ്പ് പൊടി കലക്കി വെച്ചിരിക്കുന്നു. സോപ്പ് പൊടി സോപ്പ് പൊടി കലക്കിനകത്ത് വെച്ചിരിക്കുന്നു. അത് പൊങ്ങി വരുന്നു, അത്രേ ഉള്ളൂ. സോപ്പ് പൊടിയൊന്നും അല്ല. പിന്നെ അതിന്റെ സീക്രട്സ് ഒന്നും പറഞ്ഞു തരാൻ പറ്റൂല. ചേട്ടത്തി പറയടത്തി രണ്ടിൽ ഏതാ? ചുമന്ന സോപ്പ് പൊടി വഴക്കുണ്ടാക്കാതെ. രണ്ടിൽ ഏതായിരുന്നു നല്ലത്? രണ്ടും നല്ലതാ. ഇനി ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
അത് ഇൻട്രസ്റ്റ് ആണ്. ഇത് വെറുതെ വെള്ളമാണ്, ജ്യൂസം കണ്ടാണ് ഇത് വെറുതെ. പിന്നെ ജ്യൂസ് വെള്ള കളറിലിരിക്കുന്നത് കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെയാണോ ജ്യൂസ് ആവുന്നത്? ഇത് കളിപ്പ് ഇതിനകത്ത് വേറെ ഉടായ്പൊട്ടി അടുത്ത് ഇത് മണ്ണ് ഊരി വെച്ചിരിക്കുന്നത്. കുടിച്ചോക്കെ ജ്യൂസ്. ചേച്ചി ഇതെങ്ങനെയുണ്ട്? നല്ല ഹംബിൾ ആൻഡ് ജെന്റിൽ അല്ലേ? കുഴപ്പമൊന്നുമില്ല. നിനക്കൊന്നും അറിയാൻ പാടില്ല. മിണ്ടാതിക്ക് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ. പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് കേട്ടോ, രണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കറിയാലോ എങ്ങനെ ഉണ്ടായിരിക്കും. ആണ്. നീ എന്റെ വലിയ വഴക്കുണ്ടാക്കരുത് കേട്ടോ. നന്നായിട്ടുണ്ടോ? ആ മീൻ നല്ലതായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അതൊന്നും കാണിക്കല്ലേ, ഇതോ നക്കി നോക്കി കണ്ടുപിടി. നക്കി നോക്കി കണ്ടുപിടി. അതിന്റെ കൊണ്ട് പേര് തുപ്പി ആടെ എടുക്കുന്നു. കരണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന സോളാർ. ഞങ്ങൾ ചിറ്റപ്പ തുടങ്ങി. ഭൂതമാടാ, വെറും ഭൂതം. നമ്മളെ നോക്കൂ. ഒക്കത്തൊന്നുമില്ല. പേടിക്കായി വിളിക്കും ഞാൻ. നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കുകയും ചെയ്യും. എന്താണ് അഗ്നിപർവ്വതത്തെ കാണിച്ചത്? അഗ്നിപർവ്വതോ? അഗ്നിപർവ്വതം അഗ്നിപർവ്വതല്ലേ വല്ല ലാഭം പൊട്ടിത്തെറിച്ചത് പോയതായിരിക്കും. മനസ്സിലാണ്. എന്തിനാണ് എന്നെ പിടിക്കുന്നത്? ഞാനേ ഭൂതത്തിന്റെ അഗ്നിപർവ്വതം പൊട്ടിച്ചെന്ന്. അളിയാ, ഞാൻ ആമിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി എക്സ്പെരിമെന്റ് നശിപ്പിച്ചളിയാ. പൊന്നിയേട്ടാ ഞാനല്ലത്, ഞാനല്ലെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ എക്സ്പെരിമെന്റ് സൂക്ഷിക്കേണ്ട ഇടം നിങ്ങൾക്കാണ്. നിങ്ങൾ സൂക്ഷിക്കാൻ തന്നെ പറ്റുവാന്നോ? നീ നശിപ്പിച്ചത് അത് വല്ല പട്ടിയെ പൂച്ച തട്ടിത്തെറിപ്പിച്ചായിരിക്കും. പട്ടിയും പൂച്ച പറ്റുമ്പോ അതിനെ പറ്റി മാത്രം പറയില്ല. പട്ടി പൂച്ച പിന്നെ അഗ്നിപർവ്വതം പൊട്ടിക്കാനാണ് നടക്കുന്നത്. അതല്ലേ? കണ്ട പട്ടിയെ പൂച്ചയെ പറ്റി പറഞ്ഞപ്പോ കണ്ട ചേട്ടാ നീ പറ. ചേട്ടൻ അബദ്ധം പറ്റി നമുക്ക് ഡീൽ ചെയ്യാം. അളിയൊന്നുമല്ല, നീ കുറ്റം ചെയ്തിട്ട് വല്ലവരും തല കൊണ്ട് മൂത്തളിന്റെ തല കൊണ്ട്. എന്റെ പൊന്നെ, ഞാൻ ആരുടെ തല കെട്ടിവെക്കാൻ പോയാലും ഞാൻ സത്യാവസ്ഥ പറഞ്ഞാണ്. അപ്പൊ നീ പറയണ ഞാനാണ് അവന്റെ അഗ്നിപർവ്വതം പൊട്ടിച്ചത്. എന്റെ ഒരു ആഗമന നിഗമനം അനുസരിച്ച് ചേട്ടനാണ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. ശംഭുവിന് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ചേട്ടനല്ലേ? ആണോ അല്ലേ? ശംഭു എന്നെ ഏൽപ്പിച്ചപ്പോൾ തൊട്ട് ചേട്ടന്റെ പ്രതികാര ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിനെല്ലാം മെയിൻ കാരണം. എന്റെ പൊന്നളിയ, ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാ. അന്ന് വെച്ചാൽ ഞങ്ങളുടെ സോളാർ ഗ്രാമത്തിൽ വെച്ച പണി പാവം നിങ്ങളുടെ അഗ്നിപർവ്വതത്തിൽ കൊണ്ട്. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. മൂത്തളി എന്നാലും അങ്ങനെ ചെയ്യൂല. ഇത് നീ തന്നെ ചെയ്തത്. എന്റെ പൊന്നതേമേ, ഈ മനുഷ്യന്മാരെന്താണ് എന്നെ വിശ്വസിക്കാത്തത്? മനുഷ്യന്മാരെ വിശ്വസിക്കാത്തത് ഞാനല്ല ചേട്ടാ, ഞാനല്ല. എന്താണിത്? വിടാൻ പറയുന്നേ. ശംഭുവിനടുത്ത് ചോദിക്കാം. ചമ്മൂനെ എവിടെ പോയി ചോദിക്കായി? ചമ്മൂനെ അവൻ കൊണ്ട് വിട്ടു സ്കൂളിൽ. ഇവന്റെ എസ്കോട്ടിൽ പോയി. അത് പിന്നെ ശംഭു എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ചിറ്റപ്പ എന്നെ സ്കൂളിൽ കൊണ്ടുവിടാമോ? ഞാൻ എന്ത് ചെയ്യണം? കൊണ്ടുവിട്ടല്ലേ പറ്റി. ഞാൻ കൊണ്ടുവിട്ട്. എന്നിട്ട് ആമയെ നീ കൊണ്ടാക്കാത്ത എന്താ? ആമ എൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്റെ ചിറ്റപ്പ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുമെന്നോ. നീ എന്നെ കൊണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്നവരെ മണ്ടയിൽ കള്ളക്കേസ് കൊണ്ട് കെട്ടി വെക്കുന്നത് പോലീസ് സ്ഥിരം പരിപാടിയാണ്. എന്താണ് നീ കാണിച്ചു വെച്ചിട്ട്? നീ ഞാൻ എന്തോ കാണിച്ചു വെച്ചു. ഇനി കെട്ടിയിട്ട് അടിക്കണോ? ഞെക്കുന്ന എന്നിട്ട് ഞാനൊന്ന് എന്ത് മക്കളെ സങ്കടപ്പെട്ടിരിക്കണേ? അച്ഛാ, എന്റെ എക്സ്പെരിമെന്റ് ആരോ കൊളാക്കി. അതിന് നമുക്ക് വേറെ വല്ല വഴിയും കണ്ടാ പോരെ? ഇനി സ്കൂളിൽ പോവാതിരിക്കുക, അതെങ്ങനെ വഴിയുള്ളൂ. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എക്സിബിഷൻ ഉണ്ടാവുമെന്ന്. ഞാൻ അതില്ലാതെ എങ്ങനെ സ്കൂളിൽ പോകും? ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞതാണ് വിഷമം. അയ്യോ അതല്ല, ഞാനും മാമനും കൂടെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഉണ്ടാക്കിയെന്നറിയാവോ. ഞാൻ നന്നായി പ്രസന്റ് ചെയ്യാനായിരുന്നു എന്റെ ഉദ്ദേശം. ആണോ? നമുക്ക് വേറെ വല്ലതും പ്ലാൻ ചെയ്യാം. ഇത്ര സമയം കൊണ്ട് എന്ത് പ്ലാൻ ചെയ്യാനാ ചങ്ങി? മക്കളെ, നമുക്കത് റെഡിയാക്കാം. സംഭവം എങ്ങനെയെന്ന് പറഞ്ഞാലേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മക്കൾ എന്താണ് എക്സിബിഷന് പോണ കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാതെ ശിവമാമന്റെ അടുത്ത് പറഞ്ഞ് അച്ഛൻ സഹായിക്കൂലെന്ന് വിചാരിച്ചാ? അയ്യോ അങ്ങനെയല്ല, അച്ഛൻ രാവിലെ ജോലിക്ക് പോകൂലേ, വൈകിട്ടല്ലേ വരത്തുള്ളൂ. ജോലി തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കണം. ശിവമാമൻ ജോലിക്ക് പോണ്ടേ? ശിവമാമന്റെ അടുത്ത് ചോദിച്ച് സഹായിക്കാന്ന്. ഞാൻ സഹായിക്കാം. അച്ഛനും അമ്മയും ജോലി ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയണം. ആവശ്യമുള്ളതാണെങ്കിൽ സാധിച്ചു തരും. സോറി അച്ഛൻ, ഞാൻ ചോദിക്കാം. സോറി ഒന്നും വേണ്ട. അച്ഛന് ശംഭു ചേട്ടന്റെ എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മക്കൾക്ക് തരാം. വേണോ? വേണം. വേണോ? കാര്യമായിട്ട് എന്നാ വാ. പിള്ളേരെത്തിയ? ഇല്ല, ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ എക്സ്പെരിമെന്റിന് ഫസ്റ്റ് അടിച്ചിട്ടാണ് എനിക്ക് ചിലരെ ഒന്ന് കാണാൻ. എടാ, പ്രൈസ് കിട്ടുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. പങ്കെടുക്കുക.
അതിലാണ് കാര്യം അല്ലേ? നീങ്ങിരുന്നോട്. അച്ഛാ മക്കളെ ആ എടാ ശംഭു, എന്താണ് നമ്മുടെ സോളാർ ഗ്രാമം? നിന്റെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നെ? ചിറ്റപ്പന്റെ സോളാർ ഗ്രാം ചീറ്റിപ്പോയി. എന്തുവാ? ചിറ്റപ്പന്റെ സോളാർ ഗ്രാം ചീറ്റിപ്പോയെന്ന്. അങ്ങനെ ശംഭു ചേട്ടൻ മാത്രമേ കറണ്ട് കൊണ്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നാണെങ്കിൽ സ്കൂളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലൈറ്റും കത്തിയില്ല, കാറ്റാടി കത്തി. കണ്ടോ ഏട്ടാ, ആ ചെറുക്കന്റെ മോൻ തട്ടിട്ട് ഈ പൂന്ന് ചിരിക്കുന്നുണ്ടോ? ഇതിനകത്ത് ഇയാൾക്ക് എന്തോ പങ്കുണ്ട്, ഉറപ്പാണ്. ഓ പിന്നെ എനിക്ക് പങ്കിരിക്കണ്. എന്ത് പോലീസുകാർ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ സീവഞ്ചർ എന്റെ മാമിയുടെ മോള് തന്നെ. ഇയാൾക്ക് പങ്കുണ്ട് ഏട്ടാ, ഇയാൾക്ക് പങ്കുണ്ട്. മക്കള് ചാർട്ട് കൊണ്ടുപോയിട്ട് എന്തായി? അച്ഛൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചാർട്ട്. ആരുടെ സെലക്ഷൻ ചോദിച്ചു? ആരുടെ കളക്ഷൻ ചോദിച്ചെന്ന്. കളക്ഷൻ ചോദിച്ചാ മക്കളെന്ത് പറഞ്ഞു? അച്ഛൻ്റെത്. ഇതിലൂടെ നോക്കട്ടെ അച്ഛന്റെ കളക്ഷൻ. ഇത് കൊള്ളാളിയാ. ഇത് തൂവല്ലേ മൊത്തം. മകളെ ശംഭു, പിന്നെ ഒരു കാര്യം ചോദിച്ചാലേ സത്യം പറയൂ, ആമിയുടെ എക്സ്പെരിമെന്റ് ആരാണ് നശിപ്പിച്ചത്? ശംഭു ഞാൻ നടാ, നമുക്കേ അടുക്കള ഇപ്പൊ എന്തെങ്കിലും കഴിക്കാം. നമുക്ക് അടുത്ത എക്സ്പെരിമെന്റ് പിടിക്കാം. വന്നാണ് അവന് വന്ന് മോഹിക്കുന്നുണ്ടല്ലേ? ആരാണ് എക്സ്പെരിമെന്റ് നശിപ്പിച്ചത്? മക്കൾ സത്യം പറ. അത് പിന്നെ അച്ഛാ, അമ്മയ്ക്ക് ഇവളുടെ എക്സ്പെരിമെന്റ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം ചിറ്റപ്പനാണ് നശിപ്പിച്ചത്. ഇതിന് പണ്ടുള്ളവർ ഒരു ചൊല്ല് പറയും, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നേരെ പറഞ്ഞോളൂ കളിയാ. അതായത് ശിവമാമനെ വീഴ്ത്താൻ വേണ്ടിട്ട് ചിറ്റപ്പ ഒരു കുഴി കുഴിച്ചു, ആ കുഴി തന്നെ ചിറ്റപ്പ വന്ന് വീട്. മക്കള്